ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. ഖബറിൽ ചോദിക്കാൻ പോകുന്ന ആ 3 ചോദ്യങ്ങൾ. മൻ റബ്ബുക്ക, നിൻ്റെ റബ്ബ് ആരാണ്? മാ ദീനുക്ക, നിൻ്റെ ദീൻ ഏതാണ്? മൻ നബിയുക്ക, നിൻ്റെ നബി ആരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. എന്നാലേ നമ്മൾ ആദ്യത്തെ ഖബറിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട വിജ്ഞാനങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ മോന് 4ാം ക്ലാസ് പഠിക്കുന്ന ആ സമയത്ത്, ഇതൊരു 20 കൊല്ലം മുമ്പത്തെ സംഭവമാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ അള്ളാഹു എവിടെ എന്ന് പഠിപ്പിക്കുന്ന ആ സമയത്തായിരുന്നു. അപ്പോൾ മോന് ടീച്ചറോട് പറഞ്ഞു, അള്ളാഹു ആകാശത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ടീച്ചർ എന്താക്കി, ഒരു ദിവസം മോനെ ക്ലാസ്സിൻ്റെ മുമ്പിൽ ടീച്ചറെ അടുത്ത് വിളിച്ചിട്ട് ഉറക്കെ ചോദിച്ചു, അള്ളാഹു എവിടെ? അപ്പം മോന് പറഞ്ഞു, അള്ളാഹു ആകാശത്തിലാണ്. അപ്പോൾ ടീച്ചർ പിന്നെ ക്ലാസ്സിൻ്റെ കുട്ടികളിലേക്ക് തിരിഞ്ഞിട്ട് എല്ലാവരോടും ചോദിച്ചു, അള്ളാഹു എവിടെ കുട്ടികളെ, മക്കളെ? അപ്പോൾ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ ഉറക്കെ പറഞ്ഞു, അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. പിന്നെ കൂട്ടച്ചിരിയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കണം, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് മദ്രസയിലും അതേപോലെ CBSE സ്കൂളിൽ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കുന്നിടത്തും ഈ പ്രധാനപ്പെട്ട കക്ഷികൾ പഠിപ്പിക്കുന്നത്. ഇതൊരു ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ ടീച്ചർ എന്തുകൊണ്ട് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നുള്ള പിഴച്ച വിശ്വാസം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസം, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കളോ വിശ്വസിക്കാത്തൊരു വിശ്വാസം ഇവിടെ പഠിപ്പിച്ചു. കാരണം സ്കൂളിലെ സിലബസിൽ എങ്ങനെയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ആ ടീച്ചറും ഒന്ന് സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ ഇത് ശരിയാണോ? അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് വലിയ സമൂഹം വഴിതെറ്റാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മളെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് ഖബറിൽ പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചേ പറ്റൂ.